നടക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സാധനത്തിനെ കാണിച്ചു തരാം. അപ്പം പിന്നെ എൻ്റെ നടക്കാനുള്ള ഒരു മൂടൊക്കെ അങ്ങോട്ട് പോയി. സീനാണ് സീന്. ഞാൻ ആലോചിക്കുക, ജസ്റ്റ് കുറച്ച് നേരത്തെ ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ പണി കിട്ടിയ ഞാൻ ഫേസ് ടു ഫേസ് ആയാണ്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആരും നീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കടന്നുറങ്ങാന്ന് വെച്ചാൽ അവിടെ ഉറങ്ങാൻ നല്ല സുഖമുള്ള ക്ലൈമറ്റ്. വന്നിട്ടുള്ള ഡേറ്റ് April 20th ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമിൻ്റെ പുറത്തൊക്കെ ഒന്ന് കാണിച്ചാൽ രാവിലെ ശരിക്കും അടിപൊളിയാണ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ റീലിൽ പറഞ്ഞ പോലെ ഡി ഗ്ലെൻ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടൈക്കനാലുള്ളത്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബട്ട് അവിടെ ചുറ്റും ഞങ്ങളിങ്ങനെ രാത്രി ഇരുന്നായിരുന്നു. ഇതിൽ ഗപ്പി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം ഒന്നിനെ കണ്ടില്ല. ഇനിയിപ്പോൾ തണുപ്പത്തൊക്കെ ചത്തുപോയോ. ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ പ്രോപ്പർട്ടി കേട്ടോ. 4 പേരാകുമ്പോൾ മറ്റേ 2 റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൺവീനിയൻസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് എന്തായാലും പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ അതാ വിചാരിച്ചേ, വെറുതെ ഇവിടെ വന്നിട്ട് ഈ കടന്നുറങ്ങിയിട്ട് എന്താ കാര്യം. അപ്പോൾ ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യാൻ. ഇവിടെ നല്ല വ്യൂ ആട്ടോ, കാണിച്ചു തരാം. ആ പറഞ്ഞും കഴിഞ്ഞൊരു കോള് വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. എനിക്കാണെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ട അറിയില്ല. തൊട്ടടുത്ത നിമിഷം മൂപ്പര് വല്ല ചാടി കയറുന്നത് ഇങ്ങനൊരു നിപ്പാട്ടോ. എന്താ ചെയ്യുക, ആകെ കിളി അങ്ങോട്ട് പോയി. അവിടെ അണ്ണനെ വിളിച്ചു, ജഗദീഷ് അണ്ണനെ വിളിച്ചു. മൂപ്പര് പറയും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്, പോവാൻ നിൽക്കണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണില്ല. അത് വന്നിട്ടേ അതിൻ്റെ പവർ ചില്ലറ എന്നല്ല, അതിൻ്റെ വലിപ്പം കണ്ടില്ല എത്രത്തോളം ഉണ്ടെന്ന്. റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച്. കാട്ടിയാണ്, കാട്ടി പൈസൻ. കാട്ടുപോത്തല്ല, അത് വേറെ ഐറ്റാണല്ലോ.